രാഹുൽ മാങ്കൂട്ടത്തിൽ ഗംഭീരമായിട്ടാണ് അവന്തികയോട് പറഞ്ഞിട്ടുള്ളത്. കേരളത്തിന് പുറത്ത് കൊണ്ടുപോയിട്ട് എനിക്ക് റേപ്പ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. കേരളത്തിൽ വെച്ച് റേപ്പ് ചെയ്താൽ എളുപ്പമല്ല എന്ന് അറിയാം രാഹുൽ. കേരളത്തിന് പുറത്ത് പോയിട്ട് MLA ആയതിനു ശേഷം അതാണ് അതിൻ്റെ ഭയങ്കര MLA ആയതിനു ശേഷം അയാൾ വിളിച്ച മുഴുവൻ പെൺകുട്ടികളോട് അയാൾ പറഞ്ഞിട്ടുള്ളത് നമുക്ക് ബാംഗ്ലൂരിലോ ഹൈദരാബാദിലോ പോകാമെന്നാണ്, ഇവിടെ വേണ്ട എന്നാണ്. പാലക്കാട് ഫ്ലാറ്റിലേക്ക് വന്നോളൂ, എന്നിട്ട് നമുക്ക് അവിടുന്ന് കോയമ്പത്തൂർക്ക് പോകാം, ബാംഗ്ലൂർക്ക് പോകാം. ബുദ്ധിയില്ല എന്ന് വിചാരിക്കരുത്. എല്ലാ ക്രിമിനലുകൾക്കും കാഞ്ഞ ബുദ്ധി ഉണ്ടാവും. അപ്രോച്ച് ചെയ്ത ആളുകൾ, വലയിൽ വീണ ആളുകൾ, പീഡിപ്പിക്കപ്പെട്ട ആളുകൾ, ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് അയാൾ വളരെ കൂളായിട്ട് ലൈവായ മീഡിയയുടെ മുന്നിൽ ഹൂ കെയേഴ്സ് എന്ന് ചോദിക്കും. ഹൂ കെയേഴ്സ് എന്ന് ചോദിച്ചതിനെ ഗംഭീരമായിട്ട് വിമർശിച്ചതിന് ശേഷം അടുത്ത ദിവസം വന്നിട്ട് പിന്നെയും എന്തൊരു ചിരിയാണ് ചിരിക്കുന്നത്. ഒന്ന് ആലോചിച്ചു, എന്തൊരു ചിരിയാണ് ചിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തിനാണ് തിരക്ക്? ഇപ്പൊ 11:26 ഉള്ളൂ, 4 മിനിറ്റ് കൂടെ കഴിയട്ടെ എന്ന് അതിവിചിത്രമായ രീതിയിൽ പ്രതികരിക്കും. അതെങ്ങനെയെന്ന് നമ്മൾ ആലോചിക്കുന്നതിൽ കാര്യമില്ല. കാരണം അവരുടെ ബ്രെയിൻ വേറൊരു മട്ടിലാണ്, പ്രിഡേറ്റേഴ്സിന്റെ ബ്രെയിൻ വേറൊരു മട്ടിലാണ്. ഓരോ പ്രിഡേറ്റർക്കും അവരുടേതായ ഇരപിടിക്കലിൻ്റെ രീതി ഉണ്ടാവും. ഡാൻസ് കളിച്ചാൽ ആൺകുട്ടികളുടെ ഡാൻസ് കളിച്ചു കഴിഞ്ഞാൽ സ്വർഗത്ത് പോകില്ല എന്നൊക്കെ ഇങ്ങനെ വലിയ മൗലവിമാർ പറയുമ്പോൾ ചെറിയ പെൺകുട്ടികൾ കൂളായിട്ട് കേരളത്തിലെ മുഴുവൻ സ്കൂളുകളിലും മനോഹരമായിട്ട് ഡാൻസ് കളിക്കുകയായിരുന്നു. അന്യമതത്തിൻ്റെ ആഘോഷമാണ് ഓണം, അതുകൊണ്ട് അതിൽ ചേരരുത്, പെൺകുട്ടികൾ തീരെ ചേരരുത് എന്ന് പറഞ്ഞാൽ ഇന്ന് 2025 ഓണമല്ലേ, 2023 ഓണത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യപ്പെട്ടത് മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗത്തിലെ പെൺകുട്ടികൾ കസവ് എടുത്തിട്ട് ഓണം ആഘോഷിക്കുന്നതായിരുന്നു. സകല മേഖലകളിലും കാണാൻ പറ്റും സ്ത്രീകളുടെ ഈ കരുത്തുറ്റ ഒരു ഉയിർപ്പ് എന്നുള്ളത്. അത് കേരളത്തിൽ ഗംഭീരമായിട്ട് കാണുന്നുണ്ട്. ആ ധൈര്യമാണ് ഇതിലും കാണാനില്ല. അതുകൊണ്ട് ഇതിനെ ഞാൻ വളരെ വളരെ പോസിറ്റീവായിട്ട് കാരണം. പിന്നെ നിങ്ങൾക്കറിയാം, എൻ്റെ ഒരു വർത്താനം പറയലിൻ്റെ ഒക്കെ ഒരു കുഴപ്പവും സാധനങ്ങളൊക്കെ ഒരുപക്ഷെ ഈ വടകരയുടെ മണ്ണുമായി ബന്ധപ്പെട്ട് തന്നെ എന്താ പറയുക, CPM-നെതിരെ നിശ്ചിതമായിട്ട് ഒരു ദിവസം 10 പോസ്റ്റ് എന്നുള്ള രീതിയിൽ എഴുതിയിരുന്ന മനുഷ്യനാണ് ഞാൻ. ഒരിക്കൽ കൈ പൊട്ടിയിട്ട് പ്ലാസ്റ്റർ ഇട്ട സമയത്ത് ഇടത് കൈ കൊണ്ട് എഴുതിയിട്ടുണ്ടായിരുന്നു 3 മാസക്കാലം നിർത്താതെ. പക്ഷെ ഞാനിപ്പോൾ രോഹിതിനോട് പറയുമായിരുന്നു, ഒരു തവണ പോലും ഒരാൾ പോലും എന്നെ തെറി വിളിച്ചിരുന്നില്ല. തിയറി പറയുന്നതിനേക്കാൾ വളരെ പ്രധാനമാണ് മനുഷ്യന്റെ ജീവിതത്തെ നേരിടുന്ന പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അതിനെ ഫേസ് ചെയ്യുക എന്നുള്ളത്. മനസ്സിലായ 2-3 അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലും കൂടെയാണ് ഇങ്ങനെ മാറി നിന്നിട്ട് ഫോൾട്ട് കണ്ടുപിടിച്ച് പറയുന്നതിനേക്കാൾ പ്രധാനം ഫോൾട്ട് ഉള്ളപ്പോൾ അത് പറയുകയും അല്ലാത്ത കൂടെ നിന്ന് പറയുകയും ചെയ്യുക എന്ന് ഉള്ള തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ മാറി കുറച്ച് പറഞ്ഞ് ശ്രമിച്ചിട്ടുള്ള ആളാണ് ഞാൻ. അതിൻ്റെ ഗുണങ്ങൾ കേട്ടിട്ടുണ്ട്. എനിക്ക് ഒരു മാസം 10 ലക്ഷം രൂപ 20 ലക്ഷം രൂപ വരുന്നു, ഞാൻ അവിടെ ആവാൻ പോകുന്നു, ഇവിടെ ആവാൻ പോകുന്നു, പലതും ഇല്ലെന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റില്ല പല കാര്യങ്ങളും. എന്ത് തന്നെയായിരുന്നാലും ഇപ്പം കഴിഞ്ഞ 3-4 കൊല്ലമായിട്ട് കേരളത്തിലെ കോൺഗ്രസിൻ്റെയോ BJP-യുടെയോ ഒക്കെ ആൾക്കാർക്ക് പ്രേംകുമാർ എന്നുള്ള പേര് ചതുർത്ഥിയാണ്. പക്ഷെ ഈ ഇഷ്യൂവിൻ്റെ അകത്ത് എന്നെ സർപ്രൈസ് ചെയ്യിച്ച, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിച്ചൊരു കാര്യം, കോൺഗ്രസിൻ്റെ ഇടതുപക്ഷത്തിനെതിരെയുള്ള CPM-ന്റെ നേതൃത്വത്തിൽ വരാൻ പോകുന്നു എന്ന് നമ്മൾ പറയുന്ന 3-ാം സർക്കാരിനെതിരെ ഏറ്റവും ഗംഭീരമായ സമരം നടത്തുന്ന, മുന്നണിയെ നയിക്കുന്ന 2 പേർ പൊളിഞ്ഞു വീണുകൊണ്ടിരിക്കുന്ന ഒരു ക്യാമ്പയിൻ്റെ അകത്ത് എല്ലാവിധ സപ്പോർട്ടും തന്ന് കൂടെ നിൽക്കുന്ന നല്ല തെളിമയുള്ള കുറേ കോൺഗ്രസ്സുകാർ കേരളത്തിലുണ്ട്. അതിനേക്കാൾ എനിക്ക് അത്ഭുതം തോന്നി, ഒരുപക്ഷെ ഇവിടുന്ന് ഇപ്പം സംസാരിക്കുന്ന സമയത്ത് പോലും ഞാൻ അതിൽ വിത്ത് എവിഡൻസ് എനിക്ക് ആൾക്കാരുടെ പേര് ഞാൻ ഒരുപക്ഷെ പറഞ്ഞേക്കാം, പറയില്ല എന്ന് ഉറപ്പുണ്ടായിരുന്നല്ലോ. എന്നോട് പോലും സംസാരിക്കാൻ ടോപ്പ് ലെവലിലുള്ള ആളുകൾ പോലും, സ്ത്രീ പ്രവർത്തകരും ഒക്കെ തയ്യാറാവുന്നുണ്ട്. അതും ഞാൻ കഴിഞ്ഞ ദിവസം കൈരളിയിലെ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭയങ്കര അഭിമാനം ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം ഇത്തരം ഇഷ്യൂസ് വരുന്ന സമയത്ത് റിലയബിൾ ആയിട്ട് അത് പറയാനുള്ള ഇടമാണ് ഇടതുപക്ഷത്തിന്റെ കൂടെ നിൽക്കുന്ന ആളുകൾ. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്ന് പൊതുസമൂഹം തിരിച്ചറിയുന്നുണ്ട്. ആ ഒരു ചേഞ്ചും നമ്മൾ ഇതിനകത്ത് കാണാനുണ്ട്. സിനിമയുടെ മാറ്റം സിനിമയുടെ ഉള്ളിൽ നിന്നാണ് വലിയൊരു പരിധി വരെ ഉണ്ടായി വന്നിട്ടുള്ളത്, പുറത്തു നിന്ന് നമ്മൾ പറയുന്ന സെമിനാറുകളേക്കാൾ കൂടുതൽ. അതേപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന വലതുപക്ഷ ജീർണത, സംഘടനാ സംവിധാനം ഇല്ല എന്നൊക്കെ പറയുന്ന കോൺഗ്രസിൻ്റെ അകത്ത് അവിടെ ഇതൊരു നോം പോലെയാണ് വലിയൊരു പരിധി വരെ. കോൺഗ്രസിന്റെ വലിയ സ്ഥാനങ്ങളിലേക്ക് കയറിപ്പോയ സ്ത്രീകളെ പറ്റി മൊത്തം അവരുടെ ഇടയിൽ ഉണ്ടാകുന്ന സംസാരം തന്നെ അങ്ങനെയാണ്. പത്മജ വേണുഗോപാൽ തന്നെയാണ് വളരെ കൃത്യമായിട്ട് അത് പറഞ്ഞത്. കഴിഞ്ഞ വർഷം ഒരു സ്ത്രീ വന്ന് ചാനലുകളുടെ മുന്നിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാസ്റ്റിംഗ് കൗച്ച് കേരളത്തിലെ കോൺഗ്രസിൽ എത്രയോ കാലമായിട്ട് നടക്കുന്നുണ്ടെന്ന്. ആ സ്ത്രീ അത് പറഞ്ഞു 15 മിനിറ്റിനുള്ളിൽ അവരെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടം എന്ന സീരിയൽ പ്രിഡേറ്റർ സൈക്കോപ്പതിനെ ഇപ്പോഴും പുറത്താക്കിയിട്ടില്ല. സമയം പറയാതെ സസ്പെൻഡ് ചെയ്തു എന്ന് പറയുന്നില്ല, ഇത്രയും പ്രഷർ ഉണ്ടായിട്ട്.
അപ്പം ആ ഒരു സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ അതിനെ മാറ്റാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ആളുകൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളത് വേറൊരർത്ഥത്തിൽ പ്രതീക്ഷ നൽകുന്നതാണ്. അതിനുള്ളിൽ പോലും ഇത്ര ആളുകൾ ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് ഇപ്പുറത്തും കൂടെ എല്ലാ പാർട്ടികളിലേക്കും എല്ലാ മുന്നണികളിലേക്കും വരും, കുറച്ചും കൂടെ ക്ലിയർ ആക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ആ രണ്ടർത്ഥത്തിൽ എനിക്ക് അതിനെ വളരെ പോസിറ്റീവായിട്ട് തോന്നും. പിന്നെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വേറൊരു കാര്യം, നമുക്ക് ഓഫ് കോഴ്സ് പാർട്ടി ക്ലാസ്സിലൊക്കെ ആദ്യമേ പഠിക്കുന്നതാണ് സമൂഹത്തിൻ്റെ സ്ട്രക്ചറും അതും ഇതും എല്ലാ എന്താ പറയുക സൈജി ചെറിയാൻ മിനിസ്റ്ററുടെ ഭാഷയിൽ പറഞ്ഞ കുന്തം കുടച്ചക്രമൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പം ക്യാപിറ്റലിസത്തിൻ്റെയും പാട്രിയാർക്കിയുടെയും ഫ്യൂഡലിസത്തിൻ്റെയും ഒക്കെ സിസ്റ്റത്തിനെ ചെറുതായിട്ട് തകർക്കാൻ ചോദ്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചലനങ്ങൾ എവിടെ നിന്ന് വന്നാലും ചെയ്യുക, അതിനെ എങ്ങനെ എന്താ പറയുക ഒരു പരിധി വരെ അതിനെ സ്റ്റിഫിൾ ചെയ്യാൻ നോക്കും, അടക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിനെ എങ്ങനെ എന്താ പറയുക ക്ലെറ്റിമൈസ് എന്നാ പറയുക, അതിനെ എങ്ങനെ എന്താ പറയുക കോംപ്രമൈസ് ചെയ്ത് അതല്ലാണ്ടാക്കി കളയും എന്നാണ് ശ്രമിക്കുക. അങ്ങനെ ഒരു സാധനം ഇതിൻ്റെ അകത്ത് വളരെ കൃത്യമായിട്ട് നമ്മൾ തിയറിറ്റിക്കലി പറഞ്ഞാൽ കാണാൻ പറ്റും. അതായത് റേപ്പ് എന്നുള്ളത് കുറ്റം തന്നെയായിരുന്നു ഏതോ കാലത്ത്. പക്ഷെ ആദ്യ കാലത്ത് റേപ്പ് പിന്നെ പ്രോപ്പർട്ടി വയലേഷൻ കേസായിരുന്നു. ഇപ്പൊ നിങ്ങൾ പെട്ടെന്ന് പ്രോപ്പർട്ടി വയലേഷൻ ആണോ എന്നൊന്നും തോന്നണ്ട. നമ്മളിപ്പോഴും യാതൊരു മടിയുമില്ലാതെ ഈ കല്യാണങ്ങൾക്ക് ഇരിക്കുന്നുണ്ടല്ലോ. സ്ത്രീ സദസ്സിലും പ്രത്യക്ഷത്തിലും ഇല്ലാത്ത കല്യാണങ്ങൾക്ക് പോയിട്ട് നമ്മൾ ഗംഭീരമായിട്ട് ഭക്ഷണം കഴിച്ച് ഗംഭീര കല്യാണം എന്ന് പറഞ്ഞ് ഒരു അസ്വാഭാവികതയില്ലാതെ തിരിച്ചു വരുന്നുണ്ട്. ഒരു പുരുഷൻ മറ്റൊരു പുരുഷന്റെ കയ്യിലേക്ക് ഇതാ എൻ്റെ കയ്യിലുണ്ടായിരുന്ന സാധനം ഞാൻ നിനക്ക് തരുന്നു എന്ന് പറഞ്ഞ് കൊടുക്കുന്ന കല്യാണങ്ങൾ ഇപ്പോഴും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. 12ാം ക്ലാസ് വരെ ദുബായിലെ സ്കൂളിൽ പഠിച്ച വെസ്റ്റേൺ കുട്ടികളുടെ കൂടെ ഒക്കെ പഠിച്ച ഗേ മാരേജ്, ലെസ്ബിയൻ മാരേജ് എന്നുള്ള സാധനങ്ങളൊക്കെ കോമൺ സാധനങ്ങളാക്കി മനസ്സിലാക്കിയിട്ടുള്ള എൻ്റെ സുഹൃത്ത് ഷാജഹാൻ മാടമ്പാട്ടിൻ്റെ മോള് താനാളൂരിൽ ഒരു കല്യാണത്തിന് വന്നിരുന്നു. അപ്പം അവളുടെ അച്ഛനും അമ്മയൊക്കെ അവളോട്, ഫാദറും മദറും ഒക്കെ അവളോട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കേരള സൊസൈറ്റിയിലോ മുസ്ലിം കമ്മ്യൂണിറ്റിയിലോ ഒന്നോ ഗേ മാരേജ് എന്നുള്ള സാധനത്തെ പറ്റി ഒന്നും സങ്കല്പിക്കാൻ പോലും പറ്റില്ല. ഇവള് കല്യാണത്തിന് വന്നിട്ട് ഓഡിറ്റോറിയത്തിൽ നിന്ന് 2 പുരുഷന്മാരിങ്ങനെ ഇരുന്ന് കല്യാണം കഴിക്കുന്നുണ്ട്. ഈ കുട്ടി അച്ഛാ ഗേ മാരേജ് ഈസ് ഹാപ്പനിങ്, വാട്ട് നോൺസെൻസ് യു ഹാവ് ബീൻ ടോക്കിംഗ് എന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് അതിൽ അസ്വാഭാവികതയൊന്നും ഇല്ലല്ലോ, നമുക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല. സത്യം പറഞ്ഞാൽ ഒരാളുടെ മകൾ അല്ലെങ്കിൽ ഭാര്യ അയാളുടെ പ്രോപ്പർട്ടിയാണ്. ആ പ്രോപ്പർട്ടീൻ്റെ മുകളിൽ വേറൊരാള് കയ്യേറ്റം നടത്തി എന്നുള്ള രീതിയിലായിരുന്നു ആദ്യകാലത്ത് റേപ്പ് എന്നുള്ള സാധനത്തെ നിയമപരമായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും ഏകദേശം അങ്ങനെ തന്നെയാണ്, ഒരു പരിധി വരെ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും കോൺഗ്രസിനകത്തുള്ള ഒരു വനിതാ നേതാവിനെതിരെ ഇങ്ങനെ ഒരു അക്രമം ഉണ്ടായാൽ ഉടനെ തിരിച്ചു പറയുന്ന മറുപടി നിങ്ങളുടെ പാർട്ടിയിലുള്ള ഇന്ന ആൾക്കെതിരെ ഇന്ന പീഡനം ഉണ്ടായപ്പോൾ എന്ത് ചെയ്തു എന്ന് പറയുന്നതുകൊണ്ടാണ്. ഇത് ഞങ്ങളുടെ സ്ത്രീകളാണ്, മറ്റത് നിങ്ങളുടെ സ്ത്രീകളാണ്. നിങ്ങളുടെ സ്ത്രീകളെ നിങ്ങളോ നിങ്ങളുടെ കൂടെയുള്ള ആളുകളോ ഉപയോഗിച്ചപ്പോൾ നിങ്ങൾക്കില്ലാതിരുന്ന പരാതി ഞങ്ങളുടെ കൂടെയുള്ള സ്ത്രീകളെ ഞങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടതില്ല. അതിൽ നിന്ന് നമ്മൾ വളരെ അകലത്തേക്കൊന്നും വന്നിട്ടില്ല. എനിവേ, ജൂറിസ്പ്രൂഡൻസിലും ലീഗൽ കോൺസെപ്റ്റ്സിലും അല്ലെങ്കിൽ സൂര്യനെ പോലെയുള്ള ആളുകളൊക്കെ വിഹരിക്കുന്ന രംഗങ്ങളിലൊക്കെ വലിയ ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ പോലും അതിനെ ഇവര് ഇല്ലാണ്ടാക്കി കളയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ശ്രദ്ധിച്ചറിയാം കേരളത്തിലെ കോൺഗ്രസിലൂടെ നടക്കുന്നത് അങ്ങനെയാണ്. റേപ്പ് ഉണ്ടാകുന്നതിൻ്റെ കാര്യം എന്താണെന്നാണ് പറയുന്നത്, പെൺകുട്ടികൾ ഫ്രീ ആയിട്ട് നടക്കുന്നതുകൊണ്ടാണ്, രാത്രി പുറത്തിറങ്ങി നടക്കുന്നതുകൊണ്ടാണ്, ഡ്രസ്സ് ചെയ്യുന്നതുകൊണ്ടാണ്, ലിപ്സ്റ്റിക് ഇടുന്നതുകൊണ്ടാണ്, റിവീൽ ചെയ്യുന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നതുകൊണ്ടാണ്, ആൺകുട്ടികളുടെ കൂടെ മിങ്കിൾ ചെയ്യുന്നത് കൊണ്ടാണെന്നൊക്കെയുള്ള കാരണങ്ങളാണ് പറയാം. ഒരേ സമയം തന്നെ റേപ്പ് എന്നുള്ള സാധനത്തെ, ഈ സെക്ഷൽ വയലൻസിനെതിരെ നമ്മൾ പ്രതികരിക്കുകയും വേണം. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൺസെൻഷ്വലായിട്ട് റിലേഷൻസിനെ സപ്പോർട്ട് ചെയ്യുകയും വേണം. റേപ്പ് എന്തായാലും ചെയ്യാൻ പറ്റില്ല എന്ന് ഈ ചങ്ങാതിമാർക്ക് മനസ്സിലായിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഗംഭീരമായിട്ടാണ് അവന്തികയോട് പറഞ്ഞിട്ടുള്ളത്, കേരളത്തിന് പുറത്ത് കൊണ്ടുപോയിട്ട് എനിക്ക് റേപ്പ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. കേരളത്തിൽ വെച്ച് റേപ്പ് ചെയ്താൽ എളുപ്പമല്ല എന്ന് അറിയാം രാഹുൽ. കേരളത്തിന് പുറത്ത് പോയിട്ട് MLA ആയതിനു ശേഷം അതാണ് അതിൻ്റെ ഭയങ്കര MLA ആയതിനു ശേഷം അയാൾ വിളിച്ച മുഴുവൻ പെൺകുട്ടികളോട് അയാൾ പറഞ്ഞിട്ടുള്ളത് നമുക്ക് ബാംഗ്ലൂരിലോ ഹൈദരാബാദിലോ പോകാമെന്നാണ്, ഇവിടെ വേണ്ട എന്നാണ്. പാലക്കാട് ഫ്ലാറ്റിലേക്ക് വന്നോളൂ, എന്നിട്ട് നമുക്ക് അവിടുന്ന് കോയമ്പത്തൂർക്ക് പോകാം, ബാംഗ്ലൂർക്ക് പോകാം. ബുദ്ധിയില്ല എന്ന് വിചാരിക്കരുത്. എല്ലാ ക്രിമിനലുകൾക്കും കാഞ്ഞ ബുദ്ധി ഉണ്ടാവും. ഞാനത് കുറച്ച് മുമ്പ് സൂര്യയോട് പറയാം, നമ്മളുടെ കോമൺ സെൻസോ നമ്മുടെ ക്രൂക്കറ്റ്നെസ്സോ വെച്ച് അവരെ അളക്കാൻ പറ്റില്ല. കേരളത്തിലെ DGPക്ക് എന്താ പറയുക, ആരുടെയാണ്, മോശയുടെ വടി വിറ്റ ആളാണ് മോൺസൺ മാവുങ്കൽ. കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ ഇത്രയും വലിയൊരു സെല്ലിൻ്റെ ഉള്ളിൽ നിന്ന് പൊട്ടിച്ച് പുറത്ത് കടന്ന ആളാണ് ഗോവിന്ദച്ചാമി. ഈ എക്സെപ്ഷണൽ ബ്രില്യൻസ്, അവരുടെ ഡയറക്ഷൻ പോയിട്ടുണ്ടെന്നേ ഉള്ളൂ.
ഒറ്റ കൈയുള്ളൊരു മനുഷ്യനാണ് ഓടുന്ന ട്രെയിനിൽ നിന്ന് ഒരു കുട്ടിയെ തള്ളി താഴെയിട്ട് അവിടെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയിട്ട് ഈ കല്ലിന്റെ മുകളിലിട്ട് റേപ്പ് ചെയ്തതിന് ശേഷം അവിടെ കുത്തി കുത്തി കൊന്നിട്ട് ട്രെയിൻ കയറി രക്ഷപ്പെടാൻ പോകുന്നത്. എന്നിട്ട് പിടിക്കപ്പെടുന്ന ഈ മനുഷ്യനാണ്, എന്നിട്ട് പിടിക്കപ്പെടുന്ന ഗോവിന്ദസ്വാമിയാണ് എനിക്ക് ബിരിയാണി വേണമെന്ന് പറയുന്നത്. നമുക്ക് മനസ്സിലാവില്ല ഗോവിന്ദസ്വാമിയെ, അതുപോലെ ഈ ചങ്ങാതിനെ മനസ്സിലാവില്ല. ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് നമുക്കറിയുന്നതിനെ, എനിക്കറിയുന്നതിൻ്റെ ഒരു 100 ഇരട്ടി കുട്ടികൾ ചീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിനേക്കാൾ എത്രയോ 100, 200, 300, 400 ആളുകളുടെ കഥ ഈ ചങ്ങാതിക്ക് അറിയാം. അപ്രോച്ച് ചെയ്ത ആളുകൾ, വലയിൽ വീണ ആളുകൾ, പീഡിപ്പിക്കപ്പെട്ട ആളുകൾ, ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് അയാൾ വളരെ കൂളായിട്ട് ലൈവായ മീഡിയയുടെ മുന്നിൽ ഹൂ കെയേഴ്സ് എന്ന് ചോദിക്കും. ഹൂ കെയേഴ്സ് എന്ന് ചോദിച്ചതിനെ ഗംഭീരമായിട്ട് വിമർശിച്ചതിന് ശേഷം അടുത്ത ദിവസം വന്നിട്ട് പിന്നെയും എന്തൊരു ചിരിയാണ് ചിരിക്കുന്നത്. ഒന്ന് ആലോചിച്ചു, എന്തൊരു ചിരിയാ ചിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തിനാണ് തിരക്ക്? ഇപ്പൊ 11:26 ഉള്ളൂ, 4 മിനിറ്റ് കൂടെ കഴിയട്ടെ എന്ന് അതിവിചിത്രമായ രീതിയിൽ പ്രതികരിക്കും. അതെങ്ങനെയെന്ന് നമ്മൾ ആലോചിക്കുന്നതിൽ കാര്യമില്ല. കാരണം അവരുടെ ബ്രെയിൻ വേറൊരു മട്ടിലാണ്, പ്രിഡേറ്റേഴ്സിന്റെ ബ്രെയിൻ വേറൊരു മട്ടിലാണ്. ഓരോ പ്രിഡേറ്റർക്കും അവരുടേതായ ഇരപിടിക്കലിൻ്റെ രീതി ഉണ്ടാവും. SFIയുടെ ജില്ലാ സെക്രട്ടറി ആണെന്ന് പറഞ്ഞിട്ട് മലയാള മനോരമയിൽ ലേഖനം എഴുതിയ ഒരു ഭൂലോക ഫ്രോഡിനെ ഈ പറഞ്ഞ പോലെ കഷ്ടകാലത്തിന് എൻ്റെ കൈ കൊണ്ടായിരുന്നു ഫേസ്ബുക്കിൽ അയാൾ എക്സ്പോസ് ചെയ്യപ്പെട്ടിരുന്നത്. അയാളുടെ പ്രിഡേഷന് കൃത്യമായ ഒരു മെത്തേഡ് ഉണ്ടായിരുന്നു, കൃത്യമായ രീതിയുണ്ട്. അതായത് ഫ്രഷ്ലി ഡിവോഴ്സ്ഡ് വിമൻ, ഇതാണ് മൂപ്പരുടെ ടാർഗറ്റ്. ഫ്രഷ്ലി ഡിവോഴ്സ്ഡ്, അതിൽ തന്നെ ഒരു ചെറിയ കുഞ്ഞും കൂടെ ഉണ്ടെങ്കിൽ ബെസ്റ്റ്. 2 വയസ്സ് വരെയൊക്കെ ഉള്ള ഒരു കുഞ്ഞ് ഡിവോഴ്സ് കിട്ടിയില്ല എന്നുള്ള ഘട്ടത്തിലാണ് പുള്ളി എൻ്റർ ചെയ്യുക. എന്നിട്ട് ആ പെൺകുട്ടിയെ അല്ല കെയർ ചെയ്യുക, ഈ കുഞ്ഞിനെയാണ് കെയർ ചെയ്യുക. അതിനും പാല് കൊടുത്തില്ലേ ചവിട്ടി കൂട്ടും നിന്നെ ഞാൻ എന്നൊക്കെയാണ് പറയാം. അവൾക്ക് വേണ്ടിയാണ് നീ ജീവിക്കേണ്ടതെന്നൊക്കെ പറയാം. പ്രണയമോ അങ്ങനത്തെ ഒരു കാര്യവും ചെയ്യില്ല. എന്നിട്ട് ഈ സ്ത്രീയുടെ ചെലവിലേ ഇവൻ റൂം എടുക്കുള്ളൂ. അവരുടെ പേരിലേ റൂം എടുക്കുള്ളൂ, അവരുടെ കാറും ഉപയോഗിച്ചേ യാത്ര ചെയ്യുള്ളൂ. കയ്യിൽ നിന്ന് അയാൾ പൈസ ചെലവാക്കില്ല. ഇപ്പോഴത്തെ വിവാദ നായകനെ പോലെ ഈ പ്രോസസ്സ് കഴിഞ്ഞ ഉടനെ ഐ കനോട്ട് മാരി യു, എൻ്റെ റെപ്യൂട്ടേഷൻ പ്രശ്നമാണെന്നൊന്നും പറയില്ല. ജീവിതാവസാനം വരെ ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും എന്ന് തന്നെ പറയും. അയാൾക്കുള്ള പരിചയങ്ങൾ വെച്ചിട്ടാണ് അയാൾ ഓപ്പറേറ്റ് ചെയ്യുക. 3-4 കേസിൽ ഞാൻ പ്രതിയായിരുന്നു. കാരണം എന്നെ പരിചയമുള്ള 3-4 പേരെ ഈ ചങ്ങാതി ഇങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രേമമാഷ, അയ്യോ അതെന്റെ ക്ലോസ് ഫ്രണ്ട് അല്ലേ, മാഷെ സുഗന്ധനിലതകർന്ന് ഫോൺ വിളിച്ചിട്ടാണ് എനിക്ക് പരിചയമുണ്ടെന്ന് ഫേസ്ബുക്ക് ട്രാക്ക് ചെയ്തിട്ട് കണ്ടുപിടിക്കുന്ന ആളെ, അങ്ങനെ 4ാമത്തെ ആളെ കോഴിക്കോടുള്ള നമുക്കൊക്കെ വളരെ വേണ്ടപ്പെട്ട പാർട്ടിയുടെ ഉത്തരവാദിത്തമുള്ള ഒരാളുടെ മരുമകളുടെ കേസിലെത്തി എനിക്ക് നേരെ മുട്ടിയപ്പോഴാണ് ഞാനിതിൻ്റെ ഭീകരത അറിഞ്ഞിരുന്നത്. ഓരോ പ്രിഡേറ്ററിനും അവരുടേതായ ഒരു മോഡസ് ഓപ്പറാൻഡി ഉണ്ടാവും. അത് നമുക്ക് മനസ്സിലാവില്ല. MLA ആയതിനു ശേഷവും അവിവാഹിതനായ ഒരു മനുഷ്യൻ കേരളം കണ്ട ഏറ്റവും ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള വിമൻ റെസിസ്റ്റൻസ് സിനിമ നടിയുടെ വിവാദവുമായി ബന്ധപ്പെട്ട് ആ നടിയുടെ കൂടെ അന്ന് മുതൽ ഇന്ന് വരെ കട്ടയ്ക്ക് നിൽക്കുന്ന, സകല കാര്യങ്ങളെയും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു സ്ത്രീ കഥാപാത്രത്തിനോട് പോലും പലതവണയും ഈ മാന്യനായ MLA അഡ്വാൻസ് ചെയ്യുകയും വിളിക്കുകയും ഒക്കെ ചെയ്യുന്നത്. എനിക്കത് കേട്ടിട്ട് ഇങ്ങനെ ഞെട്ടിപ്പോയിട്ടുണ്ട്. കാരണം അവരോടിത് പറയാൻ തോന്നുക എന്നുള്ളത്, അവരോട് പറയാൻ തോന്നുകയാണെങ്കിൽ അസാധ്യമായ ധൈര്യം വേണം. കാരണം ഇത്രയും വലിയൊരു ഇൻസിഡൻറ്റിൽ അവരുടെ കൂടെ നിൽക്കുന്ന ആളാണ്. ഇപ്പോൾ പ്രിഡേറ്റർ ആയിട്ടുള്ള ഒരാൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ലോജിക്കൽ സെൻസ് വെച്ച് നമ്മൾ അളക്കുന്നതിൽ അത്ഭുതപ്പെടുന്നതിൽ യാതൊരു കാര്യവുമില്ല. പ്രശ്നം നമ്മൾ ആലോചിക്കേണ്ടത്, അന്വേഷിക്കേണ്ടത് ഇതിനോടുള്ള റെസിസ്റ്റൻസ് എങ്ങനെ വരുന്നു എന്നുള്ളതാണ്. റെസിസ്റ്റൻസ് എങ്ങനെ വരുന്നില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട് ആളുകൾ റെസിസ്റ്റ് ചെയ്യുന്നില്ല? അത് അന്വേഷിക്കുമ്പോഴാണ് നമ്മളുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വം നമ്മുടെ നേരെ ഇതിൻ്റെ വിരലുകൾ ചൂണ്ടപ്പെടുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ ഇത്തരം കേസുകളിൽ പോലും നമ്മുടെ സിറ്റുവേഷൻ മാത്രം വെച്ചിട്ടാണ് സംസാരിക്കുക. ഞാൻ ഒറ്റ ഉദാഹരണം നിങ്ങളോട് പറയാം. ഇപ്പോഴത്തെ കഥാനായകനിൽ നിന്ന് നിരന്തരം ശല്യം അനുഭവിക്കുന്ന ഒരു ലീഡിംഗ് ജേർണലിസ്റ്റ് എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് മാഷെ ആ കുട്ടി പരാതി കൊടുക്കാത്തത്? അബോർഷന്റെ ട്രോമയിലായിട്ട് പോലും
ബാംഗ്ലൂർ ഹോസ്പിറ്റലിൽ നിന്ന് എബോർഷൻ നടത്തിയതിൻ്റെ എല്ലാ ഡോക്യുമെന്റും മറ്റാളുകളുടെ കയ്യിലുണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും അവൾ എന്തുകൊണ്ടാണ് പരാതി കൊടുക്കാത്തത്? ഞാൻ തിരിച്ച് അവരോട് ചോദിച്ചത്, ഇത്രയും ബാഡ് എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ടായിട്ടും നിങ്ങൾ എന്താ ഇത് എന്നോട് പറയുക മാത്രം ചെയ്യാതെ പുറത്ത് പറയാത്തത്, ഒരു ഫേസ്ബുക്ക് പോസ്റ്റായിട്ട് എഴുതാത്തത്? നമ്മളൊക്കെ സ്വതന്ത്രരാണ്, നമ്മൾ ഇക്കാര്യത്തിൽ ഫ്രീ ആണെന്നൊക്കെ പറയാന്നല്ലാതെ ബാക്ക് ഓഫ് ദ മൈൻഡ് ഭയങ്കരമായ ഹെവിനെസ് നമുക്കുണ്ട്. അറിഞ്ഞാൽ നമുക്കാണ് മോശം എന്നുള്ള സാധനം നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ് പ്രശ്നം. പിന്നെ ഇതിനെപ്പറ്റി പലപ്പോഴും ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യ പുരുഷന്മാരാ. എന്തുകൊണ്ടാ പറയാത്തത്, എന്തുകൊണ്ടാ പറയുന്നത്, അല്ലെങ്കിൽ പുരുഷബോധം പേറുന്ന അവസ്ഥയിലിരിക്കുന്ന സ്ത്രീകളാണ്. കാരണം അവരിത് വല്ലാത്ത സ്നേഹത്തിന്റെയും വല്ലാത്ത ആത്മസമർപ്പണത്തിന്റെയും ഒക്കെ വല്ലാത്ത വൈകാരികതയുടെ ഒക്കെ ഒരു നിമിഷങ്ങളിലാണ് ഈ സാധനങ്ങളിലൊക്കെ പോകുന്നത്. പിന്നെ അതിൽ നിന്നുണ്ടാവുന്ന റിജക്ഷൻ എന്ന് പറഞ്ഞ സാധനത്തെ നമ്മൾ വിചാരിക്കുന്ന പോലെ തിയറിറ്റിക്കലായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരിക്കുകയില്ല അവർ. ഇനി ഇതിനെ അംഗീകരിക്കാത്ത ആൾക്കാരുണ്ടല്ലോ, ആ സീരീസ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. ഇപ്പൊ പറയുന്ന ഒരു ന്യായം എന്താണ്? 1.5 മാസം മുന്നേ ഇതിങ്ങനെ ആകാശത്ത് കറങ്ങിയപ്പോൾ പറഞ്ഞിരുന്നത് ആരും പറഞ്ഞിട്ടില്ലല്ലോ എന്നായിരുന്നു. ഇപ്പൊ കുറെ ആളുകൾ പറഞ്ഞപ്പോൾ നമ്മൾ പറയുന്നത്, കുറെ അയാളെ രക്ഷിക്കുന്ന ആളുകൾ എന്താ പറയുന്നത്, ആരും പോലീസിന് കേസ് കൊടുത്തിട്ടില്ലല്ലോ എന്നാണ്. യാതൊരു സംശയവും വേണ്ട, 4 കുട്ടികൾ പോലീസിന് കേസ് കൊടുത്താൽ അപ്പം അടുത്ത ന്യായം വരും, കോടതിയാണ് കുറ്റക്കാരനെ ശിക്ഷിക്കേണ്ടത്. ഇപ്പൊ ദിലീപിന്റെ കേസ് പറയുന്നത് പോലെ. ഇനി കോടതി കുറ്റക്കാരനെ ശിക്ഷിച്ചാൽ അപ്പം എന്താ പറയാ, നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരനെയല്ലേ പറയുന്നത്, കോടതി ബൂർഷ്വാ കോടതിയാണ്, എത്ര ആളുകളെ വെറുതെ ശിക്ഷിച്ചിട്ടുണ്ട്, ശിക്ഷിച്ച എല്ലാവരും കൊലയാളികളാണ്, നിങ്ങൾ അംഗീകരിക്കാൻ തയ്യാറുണ്ടോ എന്ന് പറഞ്ഞ് 10 കേസുകളുടെ എണ്ണം എടുത്ത് ഇങ്ങോട്ട് പറയും. വളരെ വളരെ ലളിതമാണ് കാര്യം. നിങ്ങൾ ഈ ഫൈറ്റിൻ്റെ അകത്ത് പാലസ്തീൻ്റെ കൂടെയാണോ ഇസ്രായേലിൻ്റെ കൂടെയാണോ എന്ന് ചോദിക്കുന്ന പോലെ നിങ്ങൾ ഇതിൻ്റെ അകത്ത് പീഡിപ്പിക്കപ്പെടുന്ന പെൺകുട്ടികളുടെ കൂടെയാണോ ഇപ്പുറത്തുള്ള പുരുഷന്മാരുടെ കൂടെയാണോ ആണധികാരത്തിൻ്റെ കൂടെയാണോ? വളരെ സിമ്പിളാണ് കാര്യം, വളരെ സിമ്പിളാണ്. ഇനി കേരളത്തിൻ്റെ കോൺടെക്സ്റ്റിലേക്ക് വരുമ്പോൾ എനിക്ക് അതാണ് എന്നെ ഏറ്റവും കൂടുതൽ കൺസേൺ ചെയ്യുന്ന ഒരു കാര്യം. സത്യം പറഞ്ഞാൽ അത് ഈ ചിന്തകളും ചർച്ചകളും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ലോകം മുഴുവൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരുപക്ഷെ നമ്മൾ പറയുന്ന ട്രഡീഷണൽ ഇടതുപക്ഷത്തിൻ്റെയും ഒരു പടി മുന്നിൽ കടന്നു നിന്നുകൊണ്ട് സ്വതന്ത്ര ചിന്തകളെയും വിജ്ഞാന ശാഖകളെയും ഒക്കെ സ്വാംശീകരിച്ചിട്ടുള്ള ലിബറൽ എന്ന് പറയുന്ന ഫെമിനിസ്റ്റ് എന്നൊക്കെയുള്ള ടേമിലൊക്കെ പറയാവുന്ന ആളുകളാണ് ഈ ചിന്തകളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ്സിന് അല്ലെങ്കിൽ പാർട്ടികൾക്ക്, ഭരണത്തിന്റെ ഭാഗമായ പാർട്ടികൾക്ക് പലപ്പോഴും അതിൻ്റെ അകത്ത് ലിമിറ്റേഷൻസ് ഉണ്ടാവും. കേസ് കൊടുക്കാനുള്ള കൃത്യമായ തെളിവുകളും സാധനങ്ങളും ഇല്ലാതെ പിണറായി വിജയനല്ലേ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയിലെ ആഭ്യന്തരമന്ത്രിയിലെ എന്താ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്താലെന്ന് ചോദിച്ചാൽ അങ്ങനെ പറ്റില്ല. പോലീസിന്റെ വേർ, വെൻ, ഹൗ, വാട്ട് എന്നൊക്കെ പറഞ്ഞ് കൃത്യമായ ആൻസേഴ്സ് ഉണ്ടെങ്കിൽ കേസെടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അയാൾ സുഖമായിട്ട് ഊരിപ്പോരും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ അടിയന്തരാവസ്ഥ കാലത്ത് പിണറായി വിജയൻ ജയിലിലായിരുന്നല്ലോ ഒന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പക്ഷേ ഈ ബാധ്യതകളില്ലാത്ത ഈ ചിന്തകളെ പോലും മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആളുകളുണ്ടല്ലോ, അവരാണ് സത്യത്തിൽ ഈ സാധനങ്ങൾ മുന്നോട്ട് നടത്തേണ്ടത്. പക്ഷെ കേരളത്തിന്റെ കോൺടെക്സ്റ്റിൽ നേരെ തല തിരിഞ്ഞിട്ടാണ്. അതിവിചിത്രമായ കാര്യമാണത്, അതിവിചിത്രമായ കാര്യമാണ്. ഇന്ന് പുറത്തിറങ്ങിയ കുറെ എന്താ പറയുക അൾട്രാ മോഡേൺ ഫെമിനിസ്റ്റുകളുടെ ഒരു പ്രസ്താവനയും അതിലുള്ള ചിത്രവും കണ്ട് രാവിലെ മുതൽ വാപൊളിച്ചിരിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. അതായത് ഒരു ഫെമിനിസ്റ്റ് ഗ്രൂപ്പ് ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്, അതിൻ്റെ അത് ഗർഭഛിദ്രം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഗർഭഛിദ്രം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് ശരിയല്ല, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്ന് പറയുന്നതാണ് ശരി. ആ കുട്ടി എന്തുകൊണ്ട് വെളിയിൽ വരുന്നില്ല, അവൾ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പറയുന്നതിൻ്റെ അകത്തുള്ള ഹെയർ സ്പ്ലിറ്റിംഗ് ആർഗ്യുമെന്റ്സ്, കിമിനി സെക്ടേഴ്സ് നമ്മൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കുമ്പോൾ പറയും, കടുകുമണി പൊളിക്കുന്ന പോലെയുള്ള സാധനങ്ങൾ പറഞ്ഞുകൊണ്ട് ഓക്കെ അങ്ങനെ പറഞ്ഞു കൊള്ളട്ടോ, അതിന് കുഴപ്പമില്ല കേട്ടോ. ആ വലിയ പോസ്റ്റിന്റെ കൂടെ ആ അതിവിപ്ലവകാരികളായ ഫെമിനിസ്റ്റുകൾ ഉപയോഗിച്ച രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചിത്രം കണ്ടിട്ട് തല തെരുത്തു പോകുമെന്ന് പറയുന്നില്ല, തല തെരുത്തു പോകുന്നുണ്ടായിരുന്നു. മാർപ്പാപ്പയേക്കാൾ മനോഹരമായിട്ട് കേരള ജനതയെ മുഴുവൻ ഇങ്ങനെ ആശീർവദിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ ചിത്രവും വെച്ചുകൊണ്ടാണ് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവലിൽ നിൽക്കുന്ന ആളുകൾ പറയുന്നത്. അതായത് വ്യവസ്ഥാപിത ഇടതുപക്ഷത്തിന്റെ CPIMന്റെ CPIയുടെ ഇവിടെ പൊളിറ്റിക്കൽ പാർട്ടികളെ കൂടി കറക്റ്റ് ചെയ്തുകൊണ്ട് ഏറ്റവും മുന്നിൽ നിന്നുകൊണ്ട് സ്ത്രീകളുടെ കൂടെ നിൽക്കേണ്ടുന്ന ആളുകളാണിത്. രാജാവിനെ കൊല്ലാൻ വേണ്ടിയിട്ട് വിഷം കൊടുത്തേക്കാം എന്നുള്ള സംശയത്തിന്റെ പേരിൽ രാജാവ് കഴിക്കുന്നതിന് മുമ്പുള്ള എല്ലാ ഭക്ഷണങ്ങളും കഴിക്കാൻ വേണ്ടി ഏർപ്പെടുത്തുന്ന കന്യകയാണ് വിഷകന്യക എന്ന് പറയുന്നത്. എന്നിട്ടും രാജാവിനെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ കന്യകയ്ക്ക് എല്ലാ ദിവസവും ഓരോ നുള്ളു വിഷം ഇങ്ങനെ കുറേശ്ശെ കൊടുത്തിട്ട് അവസാനം 10-15 വർഷം ഇങ്ങനെ ചെറിയ അളവിൽ ഇവനെ വിഷം കഴിച്ചിട്ട് ഈ ശരീരം, ഈ സ്ത്രീ ശരീരം വിഷത്തിന് ഇമ്മ്യൂണാവും.
ആ ദിവസം നിറയെ വിഷമുള്ള ഭക്ഷണം ഉണ്ടാക്കിയിട്ട് രാജാവിൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കും. രാജാവ് ഈ കുട്ടിയോട് കഴിച്ചു നോക്കാൻ പറയും. അവൾ കഴിച്ചു നോക്കും. അവൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കാരണം അവൾ 10-12 വർഷമായിട്ട് വിഷം ചെറിയ അളവിൽ ഇങ്ങനെ കഴിക്കുന്നതായിരിക്കും. എന്നിട്ട് രാജാവ് ഈ വിഷം എടുത്ത് കഴിക്കും. അയാൾ മരിച്ചു. ഈ സംഭവത്തിനെയാണ് വിഷകന്യക എന്ന് പറയുന്നത്. നമുക്കറിയാം, ഉദരത്തിൽ വളരുന്ന ചെറിയ പെൺകുട്ടിയുടെ ഉദരത്തിൽ വളരുന്ന സ്വന്തം കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി വിഷം കുടിപ്പിക്കുന്ന ഒരു ചങ്ങാതിയെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പെൺകുട്ടികളെ വിഷകന്യക എന്ന് വിളിക്കുന്ന ആളുകളാണ് കേരളത്തിൽ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന സാംസ്കാരിക, രാഷ്ട്രീയ, ഇടതുപക്ഷ എന്നൊക്കെ പറയുന്ന ആളുകൾ. ഇത് ലോകത്തൊരിടത്തും ഉണ്ടാവില്ല. RSSന്റെയോ BJPയുടെയോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെ നിൽക്കുന്ന ഒരാൾ പോലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തെളിവുമായി ചാനലുകൾക്ക് മുന്നിൽ വന്ന സ്ത്രീയെ പറ്റി വിഷകന്യക എന്നുള്ളൊരു വാക്ക് പറയില്ല. അത് നമ്മളടക്കം, നിങ്ങളടക്കം ആഘോഷിച്ച വിപ്ലവ കവികളാണ് പറയാ. ഇതാണ് പ്രശ്നം. ആരാണ് ഇത്രയും പെൺകുട്ടികളെ ക്രൂരമായി പീഡിപ്പിച്ചതെന്ന് നിങ്ങൾ ഏത് കുട്ടിയോട് കേരളത്തിൽ ചോദിച്ചാലും, ഏത് ചെറിയ കുട്ടിയോട് ചോദിച്ചാലും, KC വേണുഗോപാലിന്റെ ഭാര്യ ഡോക്ടർ ആശ പറഞ്ഞത് ചെറിയ കുട്ടികൾ വരെ TV ന്യൂസ് കണ്ടുകൊണ്ടേയിരിക്കുന്നു, എല്ലാവർക്കും ഭയമാവുന്നു എന്നാണ്. എല്ലാവർക്കും അറിയാം ആരാണ് ചെയ്തത്, ആരാണ് അബോട്ട് ചെയ്യാൻ പറഞ്ഞത്, ആരാണ് ചവിട്ടിക്കൊല്ലെന്ന് പറയുന്നത്, നിന്നെ കൊല്ലാൻ എനിക്ക് സെക്കൻഡുകൾ മതി എന്ന് പറഞ്ഞത് ആരാണെന്ന് അറിയാം. പക്ഷേ ഇടതുപക്ഷത്തിന് മുഴുവൻ എന്താ പറയാ, പോസ്റ്റ് ഹെഗലിയൻ, പോസ്റ്റ് മാർക്സിസ്റ്റ് തിയറി പഠിപ്പിക്കുന്ന ആളെ സമയത്തോളം ആരാണ് ഈ വയലൻസ് ഉണ്ടാക്കിയത്? സ്റ്റേറ്റ് ആണ്. ആരാണ് അബോട്ട് ചെയ്യാൻ പറഞ്ഞത്? സ്റ്റേറ്റ് ആണ്. ആരാണ് ചവിട്ടിയത്? സ്റ്റേറ്റ് ആണ്. ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് കേരളത്തിൽ മാത്രമുള്ള സംഗതിയാണ്. കേരളത്തിലെ ഒരുവിധപ്പെട്ട സോക്കോൾ പുരോഗമനം എന്ന് പറയുന്ന ആളുകളെ മുഴുവൻ ബാധിച്ചിട്ടുള്ള വലിയൊരു സൈക്കോസിസ് ആണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അധികാരത്തിൽ തുടരുക എന്നുള്ള ഭയം. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അധികാരത്തിൽ വന്നാൽ ഞാൻ വിഷം കുടിച്ചു മരിക്കും, എൻ്റെ കുടുംബം വിഷം കുടിച്ചു മരിക്കും എന്ന് പറഞ്ഞ അതേ കാര്യമാണ് ഇവരും പറയുന്നത്. ഇവർ തന്നെ വിഷമെന്ന് വിചാരിക്കുന്ന സാധനം എടുത്ത് കുടിച്ചിട്ട് മരിക്കും. ആലോചിക്കാൻ പറ്റില്ല, സങ്കല്പിക്കാൻ പറ്റില്ല ആ കാര്യം. ഇത് സാധാരണ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കുന്ന കൺഫ്യൂഷൻ, ഈ കാര്യങ്ങളെ കാണുന്ന ആളുകളുടെ ഇടയിൽ ഉണ്ടാക്കുന്ന കൺഫ്യൂഷൻ എന്നുള്ളത് അതിഭീകരമാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കോൺഗ്രസിനുള്ളിലുള്ള നമ്മൾ സാധാരണക്കാരുന്ന ഒരു വിധത്തിലുള്ള പൊളിറ്റിക്കൽ കോൺഷ്യസ്നസ് ഇല്ല എന്ന് നമ്മളൊക്കെ അങ്ങനെ ചുമ്മാ എഴുതി തള്ളിയ സ്ത്രീകളുണ്ടല്ലോ. ആർക്കാണ് ഇത്ര വേഗത്തിൽ തിരുവനന്തപുരത്ത് പോകാൻ എന്ന് ചോദിച്ചതിൻ്റെ പേരിൽ എന്താ പറയാ, ഉമാ തോമസിനെ പരിഹസിച്ചവരിൽ ഞാൻ വളരെ മുന്നിലുണ്ടായിരുന്നു. സാംസ്കാരിക വകുപ്പ് മന്ത്രിക്ക് സംസ്കാരം അറിയില്ല എന്ന് രക്ഷപ്പെട്ട് വന്നതിന് ശേഷം പറഞ്ഞ് ഇവർ എന്തൊരു കഷ്ടമാണ് ഇവരെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അവർ വീഴുന്നേരം തലേ ദിവസം ഞാൻ അവരെ കണ്ടിട്ടുണ്ട്. അവരുടെ നടപ്പിന് എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്ന് എനിക്ക് തോന്നി. ഇതിങ്ങനെ മെല്ലെ നടക്കുമ്പോൾ എന്തോ ഒരു പേടിയായിരിക്കും. അവരുടെയും എൻ്റെയും സുഹൃത്തുക്കാരുടെ ഞാൻ പറയുകയും ചെയ്തു, MLA നടക്കുന്നത് നോക്കി നിങ്ങൾ എന്തോ ഒരു പേടി പോലെ. പിറ്റേ സ്വിച്ചിക്കാണ് അവർ വീഴുന്നത്. അവർക്ക് നടക്കുന്നതിന് ഇങ്ങനെ എന്തോ ഒരു പ്രഷറോ എന്തൊക്കെ ഉണ്ട്, എന്തോ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞ അത്ര പൊളിറ്റിക്കലായ സ്റ്റേറ്റ്മെന്റ് എനിക്ക് തോന്നി. ഈ ഡിസ്കഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരാളും പറഞ്ഞു, രോഹിതൂടെ പറഞ്ഞു, എൻ്റെ മകൻ്റെ മകളെ എന്നാണ് അല്ലേ, എൻ്റെ മകൻ്റെ മകളെ KSUവിൽ അയക്കാൻ എനിക്ക് പേടിയാവുന്നു, ഈ ചങ്ങാതി പൊതുരംഗത്ത് നിന്ന് തന്നെ മാറി നിൽക്കണം എന്ന് നമ്മളീ പറഞ്ഞ ഏംഗൽസിനെയും മാർസിനെയും വായിക്കാത്ത, ഇടതുപക്ഷ രാഷ്ട്രീയം ഇല്ലാത്ത ആളുകൾ പറയുന്നുണ്ട് അപ്പുറത്തുനിന്ന്. KC വേണുഗോപാലിന്റെ ഭാര്യ ഏതെങ്കിലും കാര്യത്തിൽ, ഡോക്ടർ ആശ എന്തെങ്കിലും കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞിരുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷെ അവർ പോലും കൃത്യമായ കാര്യങ്ങൾ പറയുമ്പോഴാണ് ഇങ്ങേ തലയ്ക്ക് പുരോഗമനത്തിന്റെ അപ്പുറത്ത് നിൽക്കുന്ന ആളുകളുടെ ഈ മാതിരി അസുഖം പിടിച്ച സാധനങ്ങള് നമ്മൾ കാണുന്നത്. കേരളത്തിന് ഇന്നേ വരെ കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു സെക്ഷൽ പ്രിഡേറ്ററുടെ കഥ പുറത്തേക്ക് വരുന്നു. ഈ കഥ നിങ്ങളും ഞാനും അറിയുന്നതിന് മുന്നേ ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നത് കേരളത്തിലെ മാധ്യമ പ്രവർത്തകരാണ്, സ്ത്രീ മാധ്യമ പ്രവർത്തകരാണ്, മാധ്യമരംഗത്ത് വർക്ക് ചെയ്യുന്ന വനിതകളാണ്. നെറ്റ്വർക്ക് ഓഫ് വിമൻ ഇൻ മീഡിയ എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. വലിയ സംഭവമാണത്. മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സ്ത്രീക്കെതിരെ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം മോശമായി പറഞ്ഞാൽ വിതിൻ സെക്കൻഡ്സ് അവരതിനെതിരെ കേസ് കൊടുക്കും, റെസ്പോണ്ട് ചെയ്യും. നമ്മൾ എല്ലപ്പോഴും കാണുന്നതാണത്. ലക്ഷ്മി പത്മയ്ക്കെതിരെ എന്താ പറയുക, പോരാളി ഷാജി എന്ന് പറഞ്ഞൊരു, എനിക്കറിയില്ല ഒറിജിനലാണോ എന്താണെന്ന് പോലും, 10,000 പോരാളി ഷാജി എങ്കിലും ഉണ്ട്. ആരായിരുന്നാലും വന്ന് ഉടനെ അതിനെതിരെ പ്രതികരണം വരുന്നുണ്ട്. പക്ഷേ ഈ മുഴുവൻ സ്ത്രീ ജേർണലിസ്റ്റുകളിൽ നിന്നും ഈ മനുഷ്യൻ കഴിഞ്ഞ 5-6 കൊല്ലമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രൂരതകളുടെ സകല കഥകളും അറിയുന്ന
ഒരു സീനിയർ ജേർണലിസ്റ്റ് വന്നിട്ട് പറയുന്നത്, കേരളത്തിൽ ഇടതുപക്ഷത്തിന് വേണ്ടി സംസാരിക്കുന്ന മുഴുവൻ ആളുകളും ഉദ്ധരിച്ച ലിംഗങ്ങളാണെന്നാ പറയുന്നത്. ആ ഒരൊറ്റ സീനിലൂടെ, ഒരൊറ്റ ഡയലോഗിലൂടെ ഇത്രയും ആളുകളെ ഇങ്ങനെ ക്രൂരമായിട്ട് പീഡിപ്പിച്ച ഒരു മനുഷ്യൻ കൂളായിട്ട് നടന്നു പോവുകയാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്തൊരു അനുഭവമാണിത്. കാരണം എന്താണെന്നറിയോ, ഇയാളുടെ ക്രൂരതകളുടെ ജീവിക്കുന്ന തെളിവുകൾ എന്ന് പറയുന്നത് ഇത് ജനങ്ങളോട് പറയേണ്ടുന്ന ജേർണലിസ്റ്റുകളാണ്. ഇവർ വെറുതെ ഈ എന്താ പറയുക, ഈ കോലും മൈക്കും കൊണ്ട് ക്യാമറയും കൊണ്ട് നടന്നിട്ട് പെൺകുട്ടികളെ വീട് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പറയൂ 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 എന്ന് തൊട്ടപ്പുറത്തെ സീറ്റിലിരിക്കുന്ന പെൺകുട്ടികളോട് ചോദിച്ചാൽ മതി. തൊട്ടപ്പുറത്തിരിക്കുന്ന സീറ്റിലിരിക്കുന്ന പെൺകുട്ടികൾ. കേരളത്തിൽ ഒരൊറ്റ ന്യൂസ് റൂമിലും ഇയാളുടെ ഈ വൃത്തികേടുകൾ അനുഭവിച്ച കുട്ടികളില്ലാത്ത, സ്ത്രീകളില്ലാത്ത ഒരൊറ്റ ന്യൂസ് റൂമും കേരളത്തിലില്ല. രണ്ടാമത്, ഇത് പരാതി പറയേണ്ടത് പ്രാഥമികമായി ഈ പാർട്ടിൻ്റെ ഉള്ളിലാണ്. അതിനുള്ളിലുള്ള സ്ത്രീകൾക്ക് മുഴുവൻ ഈ അനുഭവമുണ്ട്. എന്നിട്ട് പോലും നിങ്ങൾ നോക്കൂ, ഇതിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത്, അതാണ് ഇതിന്റെ വിചിത്രമായ കാര്യം. കോൺഗ്രസിനുള്ളിലെ ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ അനുഭവം ഉള്ളത്, മീഡിയ പ്രവർത്തകർക്കാണ് ഏറ്റവും കൂടുതൽ അനുഭവം ഉള്ളത്. മീഡിയ പക്ഷേ ഒരു ഘട്ടത്തിൽ എത്തിയപ്പം വളരെ അഡമന്റ് ആയിട്ടുള്ള സ്റ്റാൻഡ് എടുത്തു, വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്റ്റാൻഡ് എടുത്തു. പക്ഷെ അപ്പോഴാണ് നമ്മൾ കാണുന്നത് ഇടതുപക്ഷത്തിന്റെ പെശകുകൾ കാണിച്ച് മുന്നോട്ട് നടത്തേണ്ടത് നമ്മളൊക്കെ ഇങ്ങനെ വലിയ വണ്ടറോടെ, അത്ഭുതത്തോടെ, അസൂയോടെ നോക്കി നടക്കുന്ന ആളുകളായിരുന്നു സത്യത്തിൽ ഈ പ്രിഡേറ്ററിനേക്കാൾ വൃത്തികെട്ട രാഷ്ട്രീയ ബോധം കൊണ്ട് നടക്കുന്നതെന്നുള്ളത്. അത് മലയാളിയെ കൺഫ്യൂസ് ചെയ്യിക്കുന്നത് ചെറിയ രീതിയിലൊന്നും ആയിരിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനെ കൂടി എങ്ങനെ അഡ്രസ്സ് ചെയ്യും, നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലുള്ള ഇതിനെപ്പറ്റിയുള്ള ധാരണകൾ നവീകരിക്കുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു പ്രശ്നത്തെ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് വലിയൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. വലിയൊരു കാര്യമാണ്. BR ഷഫീർ TV ചർച്ചയിൽ വന്നിട്ട് പറയുന്നത് അക്രമമാണെങ്കിൽ പോലും ആ പറയുന്നതിനകത്തൊരു സത്യസന്ധത ഉണ്ട്. ഓനെ ഞങ്ങൾ ഞരമ്പ് ചികിത്സയ്ക്ക് കോയമ്പത്തൂർ കൊണ്ടുപോകുന്ന പറയുന്നത്. നോക്കൂ, അതിൻ്റെ ഒരു സത്യസന്ധത ഉണ്ടല്ലോ. അയാൾക്കിത് ജെന്യൂനായിട്ട് അറിയാം, ക്രൂരമാണ് നടന്നത് അയാൾക്ക് അറിയാം. ആ പറയുന്നതിൻ്റെ അകത്ത് ആ ഒരു സംഗതി ഉണ്ട്, ആ ഒരു സാധനം ഉണ്ട്. നമ്മൾ എന്തൊക്കെ മോശത്തരം പറഞ്ഞാലും മുരളീധരൻ പറയുന്ന ഡയലോഗിൻ്റെ അകത്തേ അയാൾ ഇന്നലെ രാവിലെ അല്ലേ പറഞ്ഞത് വളരെ കൃത്യമായിട്ട്, പാർട്ടിയാണ് UDF ആണ് സ്ഥാനാർത്ഥിയാക്കിയത്, MLA ആക്കിയത്, UDFന്റെ ഭാഗമല്ല, പുറത്ത് പോയിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്, ഇനി രാജിവെക്കാൻ വേണമെന്നുള്ള അയാൾക്ക് തീരുമാനിക്കാം. എന്ത് ക്ലിയർ ആയിട്ട് പറയേണ്ട മനുഷ്യൻ, എന്തൊക്കെ ലിമിറ്റേഷൻ ഉണ്ടെങ്കിലും. അങ്ങനെ അതിനകത്ത് നിന്നോട് ഇപ്പോൾ ടാര ടോജോ അലക്സ് എന്ന് പറഞ്ഞ വളരെ വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ട് അതിൻ്റെ ഉള്ളിൽ സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ആ സ്ത്രീ 2-3 ഘട്ടങ്ങളിലായിട്ട് വളരെ വളരെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറയുന്ന സമയത്താണ് കമ്മ്യൂണിസ്റ്റുകാരെ കമ്മ്യൂണിസം പഠിപ്പിക്കേണ്ടുന്ന, കമ്മ്യൂണിസ്റ്റുകാരെ ഫെമിനിസം പഠിപ്പിക്കേണ്ടുന്ന ആളുകൾ ഇവരെക്കാൾ വൃത്തികെട്ട രീതിയിൽ ഈ സാധനം പറയുന്നത്. നമ്മൾ സാധാരണ പൊളിറ്റിക്കലി കറക്റ്റ് അല്ലാതെ ലീഗുകാർ എന്നൊക്കെ പറഞ്ഞ് പറയും. ഫേസ്ബുക്കിലൊക്കെ എഴുതുന്ന ലീഗിന്റെ കുറച്ച് ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞു എന്നല്ലാതെ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? ഈ ഡിസ്കഷനുമായിട്ട് ബന്ധപ്പെട്ട് സാധാരണ മുഹമ്മദ് റിയാസിനെ പറ്റി വൃത്തികേട് പറഞ്ഞ ആളൊന്നും ഇതിൻ്റെ അകത്ത് ഇടപെട്ട് പറഞ്ഞില്ല. കാരണം അവർക്കറിയാം ഇത് അത്ര ക്രൂരമാണെന്നുള്ളത്. ആ കോണ്ടെക്സ്റ്റിലാണ് ഇങ്ങനെയുള്ള ആളുകൾ പറയുന്നത്. ഇതിനെ കൂടെ എങ്ങനെ അഡ്രസ്സ് ചെയ്യാന്നുള്ളത്, ഈ ക്രൂരതയെ പ്രൊപ്പഗാൻഡയാക്കി മാറ്റുന്ന, ഇതിന് സപ്പോർട്ട് കൊടുക്കുന്ന ഈ ആളുകളെ നയിക്കുന്ന ചിന്തകൾ, തോന്നലുകൾ എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നത് വെറും പാട്രിയാർക്കിയും വെറും സെക്ഷുവാലിറ്റീനെ പറ്റിയിട്ടുള്ള സംഗതി മാത്രമല്ല, അതിനപ്പുറത്തുള്ള വേറെന്തെല്ലോ കുറേ കാര്യങ്ങളുണ്ട്. അതും കൂടെ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. എങ്കിലേ കേരളത്തിലെ കോൺടെക്സ്റ്റിൽ ഈ സാധനം ഒരു തരത്തിലെങ്കിലും നമുക്ക് ഹാൻഡിൽ ചെയ്ത് നിർത്താൻ പറ്റുള്ളൂ. പിന്നെ ഏത് കൊമ്പത്തെ ഏത് ജേർണലിസ്റ്റ് പറഞ്ഞാലും ഈ കാര്യം കൂടെ നമ്മൾക്ക് മനസ്സിലാക്കി തരുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, എന്തൊക്കെ വൃത്തികേടുകളും എന്തൊക്കെ പ്രശ്നങ്ങളും സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ സാധനത്തിനുണ്ടെങ്കിലും നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും, ഈ ഒരു ഇഷ്യൂ കേരളത്തിൽ ഇന്ന് ചർച്ചയ്ക്ക് വന്നതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്തത് സോഷ്യൽ മീഡിയ തന്നെയാണ്. അതിനകത്ത് നിങ്ങൾ പറയുന്നത് പോലെ ഒന്നും പ്രതീക്ഷിക്കാതെ ഒരു സപ്പോർട്ടും ഒരിടത്തും കിട്ടാതെ മനസ്സിലായ ബോധ്യം വന്ന കാര്യങ്ങൾ മുഴുവൻ ധൈര്യത്തോടെ പറയുന്ന കുറച്ചാളുകൾ തുടങ്ങി വെക്കുന്ന കുറച്ചാളുകളുടെ ഭയങ്കര ജാഗ്രതയോടെയുള്ള ഇടപെടലുകൾ തന്നെയാണ്. അതൊരിക്കലും ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യാനൊന്നും പറ്റൂല. ഒരു ടീമിന് ഉണ്ടാക്കിയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. സ്വാഭാവികമായി നടക്കുന്ന രാഷ്ട്രീയ ബോധത്തിന്റെ കാര്യമായിട്ട് നടക്കുന്ന ഒരു സംഗതിയാണ്. ആ വഴിയിലേക്ക് മെയിൻ സ്ട്രീം മീഡിയ പിന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരേ സമയം രാഷ്ട്രീയ മേഖലയെയും മാധ്യമ മേഖലയിലേക്കുമാണ് ഈ ചങ്ങാതി കടന്നു കയറിയിട്ടുള്ളത്. ഒറ്റ കാര്യം കൂടെ, ഞാൻ ഈ പ്രിഡേറ്ററിന്റെ കാര്യം പറയുന്നതുകൊണ്ടേ, നമ്മുടെ നാട്ടിൽ സാധാരണ പറയുന്നൊരു കാര്യമുണ്ടല്ലോ, ഇപ്പോൾ ഒരു പോലീസുകാരൻ്റെ പോക്കറ്റ് അടിച്ചു പോയാൽ പോലീസുകാരൻ പറഞ്ഞു എന്ന് വരും, കംപ്ലൈൻറ്റ് ചെയ്ത് വരുന്നു.
പക്ഷെ ഒരു DYSPന്റെ പോക്കറ്റ് അടിച്ചു പോയാൽ DYSPക്ക് പുറത്ത് പറയില്ലല്ലോ, വേറെ പേഴ്സും പൈസയും വാങ്ങാന്നല്ല. ഒരു DYSPക്ക് പറയാൻ പറ്റും എൻ്റെ പോക്കറ്റ് അടിച്ചു പോയി. ഇത് നമ്മുടെ കപ്പാസിറ്റിൻ്റെയും വിസിബിലിറ്റിൻ്റെയും ഒരു പാരഡോക്സിക്കലായ അവസ്ഥയാണ്. ഈ കക്ഷിയുടെ പ്രേസ്, ഇരകൾ എന്ന് പറയുന്നതിൽ ഏറ്റവും പ്രമുഖരായിട്ടുള്ള ആളുകൾ ഭയങ്കര അപാരമായ വിസിബിലിറ്റി ഉള്ള ആളുകളാണെന്നുള്ളതാണ്. അതുകൊണ്ട് തെറ്റിദ്ധരിക്കേണ്ട, എനിക്ക് കുറേ സോഷ്യൽ കണക്ഷൻസും പൊളിറ്റിക്കൽ കണക്ഷൻസും വിസിബിലിറ്റി ഒക്കെ ഉണ്ട്, അതുകൊണ്ട് എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ഒരു സാധനം വരില്ല എന്നുള്ള തെറ്റിദ്ധാരണ നിങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനെയും കൂടി അത് തെറ്റാണെന്ന് പറയുന്നതാണ് ഈ അനുഭവം. എന്താ പ്രശ്നം അറിയോ? എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് ഇന്ത്യയിലെ മുഴുവൻ ആളുകളെയും ചോദ്യം ചെയ്യുന്ന ഒരു അവതാരമായ ഞാൻ ഈ ട്രാപ്പിൽ പെട്ടിട്ടുണ്ടായിരുന്നു. ചത്താലും ഞാൻ പറയില്ല, പറയാൻ എന്നെ കൊണ്ടാവില്ല. മുഖ്യമന്ത്രി രാജിവെച്ച് പോകണമെന്ന് മാസത്തിൽ 24 ദിവസവും പ്രഖ്യാപിക്കുന്ന ഒരാളും എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം അയാൾക്ക് പറയാൻ പറ്റില്ല. പണ്ട് അക്ബർ കാക്കട്ടിലെ സ്കൂൾ കഥകളുടെ അത് പറയണ്ടായിരുന്നു, 7 മാസം മൂത്രമൊഴിക്കുന്ന കണ്ടിട്ട് ഡെസ്പായി പോകുന്നൊരു കുട്ടിയുടെ കഥ. 7 മാസം എന്നുള്ള സാധനവും വഴിയരികിൽ നിന്ന് മൂത്രമൊഴിക്കുക എന്നുള്ളത് കൂടെ മാച്ച് ചെയ്ത് പോകില്ലല്ലോ. 7 മാസം മൂത്രമൊഴിക്കാൻ പറ്റിയ ഒരു രക്ഷയില്ല, സഹിച്ച് പിടിച്ചിരിക്കുക എന്നല്ലാതെ. കുട്ടിയൊക്കെ റോഡ് സൈഡിൽ മൂത്രമൊഴിക്കാം, 7 മാസം മൂത്രമൊഴിക്കാൻ പറ്റില്ല. വിസിബിലിറ്റിയുടെ വലിയൊരു പ്രശ്നമാണത്. നമ്മൾ വിചാരിച്ചതിനേക്കാളും കേട്ടതിനേക്കാളൊക്കെ അതിഭീകരമാണ് ഈ സാധനം. ഇതിനെതിരെ വരുന്ന റെസിസ്റ്റൻസും ഇതൊരു ഇഷ്യൂ അല്ല എന്നുള്ള രീതിയിൽ ഉണ്ടാക്കി നടത്തുന്ന ശ്രമങ്ങളും നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ബൃഹത്തായ രീതിയിലാണ് നടക്കുന്നത്, അതിബൃഹത്തായ രീതിയിലാണ് നടക്കുന്നത്. അതിനകത്ത് ഏറ്റവും അങ്ങേ തലക്കുള്ള ഏറ്റവും മ്ലേച്ഛമെന്ന് നമ്മൾ കരുതുന്നതും ഏറ്റവും ഐഡിയൽ എന്ന് നമ്മൾ കരുതുന്ന ഈ 2 സാധനങ്ങളും ഒരേപോലെ എന്താ പറയുക, പ്രത്യക്ഷത്തിൽ അകൽച്ചയിലാണെന്ന് പറയുന്ന ശങ്കരാടി പറയുന്ന സാധനത്തിൻ്റെ വേറൊരു സംഗതി ഇതിനകത്തുണ്ട്. ഇതിൻ്റെ ഇടയിൽ കിടന്ന് ഗോവിന്ദ മാഷ് മെനഞ്ഞാന്ന് പറഞ്ഞ തമാശയല്ല, അല്ല ഇതെല്ലാം കൂടി ഞങ്ങളെ കുറ്റമായോ നിങ്ങൾ സംശയിക്കേണ്ട. 1-2 ആഴ്ചക്കുള്ളിൽ കുറ്റം മുഴുവൻ ഇടതുപക്ഷത്തിൻ്റെ ആവും, യാതൊരു സംശയവും വേണ്ട. അവിടേക്കാണ് സാധനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതും കൂടി മനസ്സിലാക്കിക്കൊണ്ട് കൂടെയാണ് ഈ സാധനം എന്താ പറയുക, ഈ സംഗതി നടപ്പിലാക്കേണ്ടത്, കാണേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. എന്തായിരുന്നാലും ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകളും റെസിസ്റ്റൻസും ഒക്കെ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിനോടുണ്ടാവുന്ന റെസ്പോൺസസും ഇതേപോലെ തന്നെ പലപ്പോഴും അതിവിചിത്രമായിരിക്കും. ഇപ്പോൾ ഈ ചങ്ങാതിയുടെ കാര്യത്തിൽ തീരുമാനം എടുത്ത പോലെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് ഇയാളെ ഇരുത്താൻ പറ്റില്ല എന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട്. അവരുടെ പാർലമെന്ററി പാർട്ടിയിൽ ഇരുത്താൻ പറ്റില്ല എന്ന് നല്ല ബോധ്യമുണ്ട്. അവരുടെ പ്രാഥമിക അംഗത്വത്തിൽ ഇരിക്കാൻ പറ്റില്ല എന്ന് നല്ല ബോധ്യമുണ്ട്. പക്ഷേ നിയമസഭയിൽ ഇരിക്കുന്നതിൽ പ്രശ്നമില്ല എന്ന് പറയാം. ഒറ്റ അനുഭവം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. മലപ്പുറത്തെ ഒരു ഗവൺമെൻറ് കോളേജായിരുന്നു, മലപ്പുറം ടൗണിൽ തന്നെയുള്ള ഒരു കോളേജിലെ ഗംഭീരമായിട്ട് എന്താ പറയുക സെൻഡ് ഓഫ് ഒക്കെ കിട്ടിപ്പോയ ഒരു മാഷ്ക്കെതിരെ 2 വർഷം മുന്നേ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു മീ ടു സീരീസ് വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഇടതുപക്ഷത്തിൻ്റെ സജീവ പ്രവർത്തനമായിരുന്നു, പാർട്ടിയുടെ എന്താ പറയുക കൗൺസിലറൊക്കെ ആയിരുന്നു. ഞാൻ ആ കാര്യത്തിൽ കൃത്യമായിട്ട് ഇടപെട്ടിട്ടുണ്ടായിരുന്നു. 7ാം ക്ലാസ് പഠിക്കുന്ന അന്ന് മുതൽ 20 കൊല്ലം മുമ്പ് 7ാം ക്ലാസ് പഠിച്ച മുതൽ കഴിഞ്ഞ കൊല്ലം 7ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ വരെ അതിൻ്റെ അകത്ത് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇത് പുറത്തേക്ക് പറഞ്ഞ സമയത്ത് ആ സ്കൂളിൽ തന്നെ പഠിപ്പിച്ചിരുന്ന വളരെ പ്രശസ്തയായ ഒരു ടീച്ചർ എൻ്റെ അടുത്ത് എന്നോട് തർക്കിച്ചൊരു ന്യായം ഇതായിരുന്നു, ഞാൻ 12 കൊല്ലത്തോളം ആ മാഷിൻ്റെ കൂടെ ജോലി ചെയ്തിട്ടുണ്ട്, ഒരിക്കൽ പോലും പ്രേമാഷെ എന്നോട് അദ്ദേഹം മിസ്ബിഹേവ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാനിത് വിശ്വസിക്കൂലാണ്. ഞാൻ അവരോട് ടീച്ചറെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളോട് മിസ്ബിഹേവ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങളോട് അയാൾക്ക് താല്പര്യമില്ല എന്ന് മാത്രമാണ്, നിങ്ങളാണ് ഐഡിയൽ എന്ന് വിചാരിക്കരുത്. ഇതിനെ ക്യാൻസൽ ചെയ്ത് കളയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ പലപ്പോഴും ഈ പ്രിഡേറ്റർ ചെയ്യുന്നതിനേക്കാൾ ഇൻസെൻസിറ്റീവ് ആണെന്നുള്ളതാണ്. എന്നാൽ പിന്നെ എന്തുകൊണ്ടുപോയി കേസ് കൊടുത്തുകൂടാ എന്നുള്ള ചോദ്യം നമ്മൾ ചോദിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഒറ്റ ചവിട്ടിന് ഞാൻ ശരിയാക്കുമെന്ന് പറയുന്ന അയാളുടെ അതേ കെയർലെസ്നെസ് നമുക്കുണ്ടെന്നാണ്. നമ്മളാണ് ഈ കാര്യത്തിൽ എന്താവേണ്ടത്, ഹൈലി സെൻസിറ്റീവ് ആകേണ്ടത്. നമ്മൾ സെൻസിറ്റീവ് ആയാലും ഇല്ലെങ്കിലും ഇനി വരുന്ന കുട്ടികൾ അവരുടെ വഴിക്ക് പോകും, നമ്മളെയൊക്കെ പുറങ്കാലം കൊണ്ട് ചവിട്ടിക്കൊണ്ട് കുറച്ച് സമയം കൂടി ഇങ്ങനെ ഉണ്ടാവും. പിടിച്ചു നിൽക്കണോ എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടതെന്നാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. ഇനിയും ഇത്തരത്തിലുള്ള റിവലേഷൻസ് എല്ലാ മേഖലകളിൽ നിന്നും വരും, എല്ലാ പാർട്ടികളിലേക്കും അതിൻ്റെ വേവ്സ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് റിനിയുടെ വാക്കുകൾ കേരളം മുഴുവൻ ഏറ്റെടുത്തതെന്ന് ചോദിച്ചാൽ ആ വാക്കുകളിലുള്ള സത്യസന്ധതയാണ്, നമുക്കിങ്ങനെ ഫീൽ ചെയ്യുന്ന സത്യസന്ധതയാണ്. ഒരു തരി അനുഭവം പോലും ആ കുട്ടി കൂട്ടി പറഞ്ഞിട്ടില്ല. അപ്പോൾ വേണമെങ്കിൽ എന്നെ അറ്റാക്ക് ചെയ്തിരുന്നു പറഞ്ഞിട്ടില്ല, സത്യസന്ധമായിട്ടാണ് പറയുന്നതെന്നുള്ളതാണ്. സത്യസന്ധമായിട്ട് പറയപ്പോൾ നിങ്ങളുടെ സുഹൃത്തായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അവൾ കൂളായിട്ട് പറയുന്നുണ്ട്, എൻ്റെ സുഹൃത്തായിരുന്നു
ഈ അനുഭവത്തിന് ശേഷവും സുഹൃത്തായിരുന്നു. ആ പറയുന്നതിനകത്ത് ഒരു 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 ഇടവേള പോലും എന്തില്ല, അസത്യമില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കിയിട്ട് നമ്മൾ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ആത്യന്തികമായ പൊളിറ്റിക്കൽ ഫിലോസഫിക്കൽ ലക്ഷ്യങ്ങളൊക്കെ ശരിയായിരിക്കാം, പക്ഷെ ഈ സാധനങ്ങൾ കൂട്ടിയിട്ടാ പറയാം. ആ കാര്യമാണ് ഏറ്റവും പ്രധാനമായിട്ട് ഒഴിവാക്കേണ്ടതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പം ഞാനിവിടെ ഇരിക്കുമ്പോൾ വായിക്കുകയായിരുന്നു, എം മുകേഷിൻ്റെ അത് പഴയ കേസാണ്, അതുകൊണ്ട് അദ്ദേഹം രാജിവെക്കേണ്ടതില്ല എന്ന് പറയാം. സത്യത്തിൽ അന്ന് എം വിൻസെന്റും പിന്നെ എന്താണ് മറ്റേ ചങ്ങാതി എൽദോസ് കുന്നപ്പള്ളിയും റേപ്പ് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് ഇരിക്കുന്ന സഭയിൽ എം മുകേഷൻ പോവേണ്ടതില്ല, അയാൾ രാജിവെച്ചോട്ടെ എന്നുള്ളൊരു തീരുമാനം എടുത്തിരുന്നുവെങ്കിൽ ഇന്ന് കേരളത്തിൽ ഇടതുപക്ഷത്തിന് എന്തുമാതിരി രീതി തല ഉയർത്തി എന്ന് പറയാൻ പറ്റുമായിരുന്നു. ഇപ്പം എനിക്കിപ്പോൾ ഈ കാര്യത്തിൽ ഇത്ര ക്ലിയർ ആയിട്ട് പറയാൻ പറ്റുന്നത്, ഞാൻ മനസ്സ് തുറന്ന് പറയട്ടെ, അന്ന് വളരെ കൃത്യമായിട്ട് വളരെ കൃത്യമായിട്ട് വൃന്ദാകാരായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവരത് ചെയ്തു അതുകൊണ്ട് നമ്മൾ ചെയ്തു, ഇത് പറയാനുള്ള സ്ഥലമല്ല എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നുള്ളതുകൊണ്ടാണ്. അപ്പം ഇങ്ങനെ തികച്ചും ബോധ്യമുള്ള കാര്യങ്ങൾ എന്തിനാണ് ഇങ്ങനത്തെ ചെറിയ കോംപ്രമൈസ്? ഒരു മണ്ഡലത്തിൽ ബൈ ഇലക്ഷൻ നടത്തിയിട്ട് വേറെ ആരെയും ജയിച്ചു പോയാൽ എന്ത് സംഭവിക്കാനാണ് കേരളത്തിൽ? എന്ത് സംഭവിക്കാനാ? പിന്നെ ലിമിറ്റേഷൻസ് ഉള്ള കാര്യങ്ങൾ തുറന്ന് പറയാൻ, തുറന്ന് സമ്മതിക്കാനും തിരിച്ചറിയാനും സമ്മതിക്കാനുള്ള നമ്മൾ തിരിച്ചറിയൽ പരിപാടികൾ നടത്തണ്ട. പക്ഷെ ആളുകളോട് പറയാൻ പിന്നെ ഒരു 20 കൊല്ലം കഴിയും, അപ്പോഴേക്കും ഈ സംഗതികൾ മുഴുവൻ പോകുന്നേ. ഇത്രയും, അതായത് 4-5 വർഷമായിട്ട് വി ഡി സതീശന് ഈ കഥകൾ മുഴുവൻ അറിയാമെന്ന് നമ്മളോട് പറയുന്നത് അദ്ദേഹത്തിനെ പിതൃതുല്യനായി കാണുന്ന റിനി എന്ന് പറഞ്ഞ കുട്ടിയാണ്. അവളാ പറയുന്നത്, അച്ഛനോട് പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു എന്ന്. എന്നിട്ട് പോലും അയാൾ പറയുന്നതിൻ്റെ അകത്തും ഇപ്പൊ ഇന്നും ഇന്നലെയൊക്കെ മാറി, അതുവരെയുള്ളതിനകത്തൊരു സത്യസന്ധതയായിരുന്നു ശരിക്കും. അത് തുറന്ന് പറയണ്ട, ഒരു അച്ഛൻ എന്താണോ ചെയ്യേണ്ടത്, സാധാരണ കേരളത്തിൽ അച്ഛൻ എന്താണ് ചെയ്യുക അതാ ഞാൻ ചെയ്യുക. എന്താ ചെയ്തിട്ടുണ്ടാവുക? ആ ചാറ്റ് അങ്ങോട്ട് മായ്ച്ചു കളയൂ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് ഈ ചെക്കനോട് പറഞ്ഞിട്ട് ഇനി എൻ്റെ ഈ കുട്ടിയെ നോക്കരുത്, എൻ്റെ വേണ്ടപ്പെട്ട കുട്ടിയെ ഈ വേറെ കുട്ടികളെ നോക്കിക്കോളൂ. അങ്ങനെയാണ് ഈ ചങ്ങാതി വേറെ ആൾക്കാരുടെ അടുത്തേക്ക് പോയിട്ടുണ്ടാവുക. അങ്ങനെയാണ് നമുക്ക് വായിക്കാൻ പറ്റും. നമുക്കില്ലാത്തത് ഈ ഒരു ഫ്ലെക്സിബിലിറ്റി ആണെന്ന് ഞാൻ പറയാം. ഏറ്റവും പ്രധാനമായിട്ട് തിരിച്ചറിവുള്ള കാര്യങ്ങൾ തന്നെ ആളുകളോട് തുറന്ന് സമ്മതിക്കാനുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി, അതാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട. തിരിച്ചറിവിൻ്റെ പ്രശ്നമൊന്നുമില്ല, പൊളിറ്റിക്കലൊക്കെ ഭയങ്കര ക്ലിയറാണ്. ചെറിയ പരാതി വന്ന പോലെ അതിന് ടേക്കപ്പ് ചെയ്യാനൊക്കെ. പക്ഷേ അതിന് ആളുകളെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നതിൻ്റെ അകത്ത് ഭയങ്കരമായിട്ടുള്ള പ്രശ്നമുണ്ട്. പിന്നെയുള്ളത് ടെലിവിഷനിലും പൊളിറ്റിക്സിലുള്ള അയാളുടെ വിസിബിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്ന് അട്രാക്റ്റഡ് ആവുന്ന സാധാരണക്കാരായിട്ടുള്ള കുട്ടികളാണ്. അപ്പോൾ ആ ഡിസ്കഷൻ്റെ അകത്ത് പൊളിറ്റിക്സ് വരാതിരിക്കാൻ പറ്റില്ല. ഇപ്പോഴത്തെ കോൺടെക്സ്റ്റിൽ ഈ കാര്യം പറയുന്നത് ഞാൻ പറയും ഇയാളെ സഹായിക്കാനാണ്. കാരണം എന്താ വെച്ചാൽ ആ അർത്ഥത്തിൽ പൊളിറ്റിക്കലി ഇത് കേരളത്തിൽ ഒരു പാർട്ടിയും ടേക്കപ്പ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇടതുപക്ഷമുള്ള പാർട്ടികളൊന്നും തന്നെ ആ അർത്ഥത്തിൽ ടേക്കപ്പ് ചെയ്തിട്ടില്ല, അതാണ് വാസ്തവം. അവിടെ ഇവിടെയും DYFI SFI ഒക്കെ സമരം നടത്തുന്നു, കോമാളിക്ക് ഇത്തരം കളിക്കുന്നു എന്നൊക്കെ അല്ലാതെ ചെയ്തിട്ടില്ല. അവരുടെ ഇന്റേണൽ ഇഷ്യൂ അല്ലേ എന്ന് എനിക്കറിയാം. കഴിഞ്ഞ മാസം ഇതിനെപ്പറ്റി ചെറുതായിട്ട് എഴുതുകയൊക്കെ ചെയ്തപ്പോൾ എന്നോട് വരെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇത് ഭയങ്കര ഡാമേജിങ് ആണ്, ഇത് നമ്മുടെ എത്തിക്സിന് ചേർന്നതല്ല എന്നൊക്കെ ഉള്ളത്. എനിക്ക് അത്രയും ബോധ്യമുള്ളതുകൊണ്ട്, അത്രയും കൃത്യമായ ഡാറ്റ എൻ്റെ അടുത്ത് ഉണ്ടെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ആ റിസ്ക് എടുത്തിട്ടുള്ളത്. അങ്ങനത്തെ ഒരു പൊളിറ്റിക്കലായിട്ട് ഈ സാധനത്തെ എന്ത് ചെയ്തിട്ടില്ല. പക്ഷേ ഇതിൻ്റെ പാർലമെന്ററി പൊളിറ്റിക്സിന്റെ ബേസിക് റൂൾസിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ പറയേണ്ടി വരും. എന്നുവെച്ചാൽ കോൺഗ്രസിന്റെ ഭരണഘടനയിൽ അനുസരിച്ച് സസ്പെൻഡ് ചെയ്ത ആളെ MLA നിർത്താൻ പറ്റില്ല. പിന്നെ യൂത്ത് കോൺഗ്രസ്സുകാരനാവാൻ പറ്റാത്ത ഒരാൾ MLA ആവാൻ പറ്റുന്നുള്ളൊരു ലോജിക്ക് സമ്മതിക്കാനും പറ്റില്ലല്ലോ. ഇനി ഇതിന്റെ അടുത്ത ന്യായം വരാൻ പോവാണ്. ജസ്റ്റ് വെയിറ്റ്, നാളെയോ മറ്റന്നാളോ വരും. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്ന ആളുകൾ BJPക്ക് പാദസേവ ചെയ്യുകയാണെന്നുള്ള വരാൻ പോവാ. ഇതുവരെ വന്നിട്ടില്ല. കാരണം ഇയാൾ രാജിവെച്ചാൽ അവിടെ BJP ആണ് ജയിക്കുക. അതാ ഞാൻ പറഞ്ഞത്. നോക്കിക്കോളൂ. ഇതിന് പിണറായി വിജയൻ ഉത്തരം പറയേണ്ടി വരും, CPM ഉത്തരം പറയേണ്ടി വരും, ഉറപ്പാണ്. 2 ദിവസം 3 ദിവസം കഴിഞ്ഞാൽ മാഷ് ഉത്തരം പറയേണ്ടി വരും. മൂർത്തമായ സാഹചര്യത്തിൽ അമൂർത്തം എന്നൊക്കെ പറഞ്ഞ് മാഷ് പറയേണ്ടി വരും. ഒരു സംശയവും വേണ്ട.